ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പം നമുക്ക് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമെന്ന് നമുക്ക് നോക്കാം. നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് മാനവികത, ശാസ്ത്രബോധം, യുക്തിചിന്ത, വിമർശന ബുദ്ധി, അന്വേഷണ തൃഷ്ണ, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ജ്ഞാനോദയം. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് മാനവികത, ശാസ്ത്രബോധം, യുക്തിചിന്ത, വിമർശന ബുദ്ധി, അന്വേഷണ തൃഷ്ണ, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ജ്ഞാനോദയം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതാരുടെ വാക്കുകളാണ്? ജെയിംസ് ഓട്ടിസിൻ്റെ വാക്കുകളാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതേപോലെ തന്നെ ഇത് ആരുടെ വാക്കുകളാണ്? ജെയിംസ് ഓട്ടിസിൻ്റെ വാക്കുകളാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അതാരുടെ വാക്കുകളാണ്? ജോൺ ലോക്കിൻ്റെയാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. അപ്പം നമ്മളിവിടെ 2 കോഴ്സാണ് പഠിച്ചത്. ആദ്യത്തേത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമായ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതാരുടെയാണ്? ജെയിംസ് ഓട്ടിസ്. അടുത്തത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കാൻ കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതാരുടെയാണ്? തോമസ് പെയിൻ്റെയാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ്റെ വാക്കുകളാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരംഭിക്കുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ഉള്ളതാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരംഭിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ആരംഭത്തിലുള്ള മുദ്രാവാക്യമാണ്. അതിൽ തന്നെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. അതാരാണ്? ജോൺ ആഡംസിൻ്റെ വാക്കുകളാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആയിരുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കോട്ടിങ്സ്. ഏതൊക്കെയായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ലാതെ ജെയിംസ് ഓട്ടിസിൻ്റെയാണ്. അതിന് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്താ? ജോൺ ലോക്കാന്ന് കിട്ടും. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അപ്പം ജോൺ ലോക്ക് എന്ന് നമുക്ക് പഠിക്കാം. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിന്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം വേദനിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തോമസ് പെയിൻ എന്ന് വെച്ചാൽ വേദനിപ്പിക്കാൻ കഴിയില്ല. അതാരാണ്? തോമസ് പെയിനാണ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി എഴുതിയിരിക്കുന്നതാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. അത് ആരുടെ വാക്കുകളാണ്? ജോൺ ആഡംസിൻ്റെ വാക്കുകളാണ്. അടുത്ത് നമുക്ക് നോക്കാം. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്ക. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്ത്.
അടുത്ത് നമ്മൾ SCERTയിലുള്ള ഒരു പോർഷനാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഈ വരികൾ കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന കൃതിയിലാണ്. അപ്പം സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ കൃതിയാണ്. ഏത് കൃതിയിലാണ്? ഉദ്ബോധനം എന്നുള്ള കൃതിയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചിരിക്കണം. കുമാരനാശാൻ്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്? കായിക്കരയിലാണ്. അപ്പോൾ കായിക്കരയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. കുമാരനാശാൻ്റെ സ്മാരകം കായിക്കരയിലാണ്. യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലുള്ള കുടിയേറ്റം ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. അത് നോട്ട് ചെയ്യണം, 16-ാം നൂറ്റാണ്ട്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. അപ്പം 13 കോളനികൾ ഇംഗ്ലണ്ട് എവിടെയാണ് സ്ഥാപിച്ചത്? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. വടക്കേ അമേരിക്കയാണ്, തെക്കേ അമേരിക്കയല്ല. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലാണ് 13 കോളനികൾ ആര് സ്ഥാപിച്ചത്? ഇംഗ്ലണ്ട് സ്ഥാപിച്ചത്. ആ 13 കോളനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി, ജോർജിയ, വിർജീനിയ, മേരിലാൻഡ്, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, റോഡ് ഐലൻഡ്, ഡെലവെയർ, മസാച്യുസെറ്റ്സ്. അപ്പം 13 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി. ന്യൂ വെച്ചിട്ടുള്ള 3 ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി. അത് കഴിഞ്ഞിട്ട് ജോർജിയ. ന്യൂ ജേഴ്സിയിലെ ജെ തുടങ്ങുന്നത് നോക്കിയിട്ട് നമുക്ക് ജോർജിയ പഠിക്കാം. പിന്നെ വിർജീനിയ, മേരിലാൻഡ്, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, നോർത്ത് കരോലിന, അതുപോലെ തന്നെ സൗത്ത് കരോലിന, റോഡ് ഐലൻഡ്, ഡെലവെയർ, മസാച്യുസെറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. ആ 13 കോളനികളാണ് നമ്മൾ ഇപ്പം പഠിച്ചത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയത് 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ടാണ് ഇവിടെ എത്തിയത്? വടക്കേ അമേരിക്കയിൽ എത്തിയത്. കൊളംബസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരനാണ്. പക്ഷെ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ടാണ് വടക്കേ അമേരിക്കയിൽ 1492 എത്തിയത്. ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു കൊളംബസ് പോയത്. പക്ഷേ എവിടെ എത്തിയത്? വടക്കേ അമേരിക്കയിലാണ് എത്തിയത്. അപ്പോൾ ഈ ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വടക്കേ അമേരിക്കയിൽ എത്തിയത് എപ്പോഴാണ്? 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ട് കൊളംബസ് എവിടെ എത്തിയത്? വടക്കേ അമേരിക്കയിൽ എത്തിയത്. കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. അവരെന്താണ് വിളിച്ചത്? ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. പിൻകാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. അപ്പോൾ പിൽക്കാലത്ത് ഇവരെന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ആദ്യമായി വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. അപ്പം വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചതാരാണ്? മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ആദ്യമായി വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെട്ടു. ഇവരെന്താണ് അറിയപ്പെട്ടിരുന്നത്? തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർത്ഥാടക പിതാക്കൾ ഏത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം 1492 വടക്കേ അമേരിക്കയിൽ കൊളംബസ് എത്തി. അവരെന്താണ് വിളിച്ചത്? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിൻകാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. പിന്നെ 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ ഇംഗ്ലീഷുകാർ കോളനികൾ സ്ഥാപിച്ചു. ഇവരാണ് പിന്നെ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടിരുന്നത്. തീർത്ഥാടക പിതാക്കളാണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്ന് അറിയപ്പെട്ടിരുന്നത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനിയിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം ഈ ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു.
അതാണ് എന്ത് മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങളെന്ന് അറിയപ്പെട്ടിരുന്നത്. അതെന്തൊക്കെ നിയമങ്ങളാണ് അമേരിക്കയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇംഗ്ലീഷ് കപ്പൽ അല്ലെങ്കിൽ കോളനികൾ നിർമ്മിച്ച കപ്പൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് കപ്പൽ അല്ലെങ്കിൽ കോളനികൾ നിർമ്മിച്ച കപ്പൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അപ്പം കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര ഉൾപ്പെടെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പോൾ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര എവിടേക്ക് മാത്രമാണ് കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കോളനികളിൽ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള എല്ലാ സൗകര്യവും കോളനിക്കാർ നൽകണം. അതുപോലെ തന്നെ കോളനികളിൽ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള എല്ലാ സൗകര്യവും ആര് നൽകണം? കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, കടലാസ്, ഗ്ലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കവും നൽകണം. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, കടലാസ്, ഗ്ലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കവും നൽകണം. അപ്പോൾ മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇംഗ്ലീഷ് കപ്പൽ, കോളനികൾ നിർമ്മിച്ച കപ്പൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അതേപോലെ തന്നെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര ഉൾപ്പെടെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിൽ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള എല്ലാ സൗകര്യവും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, കടലാസ്, ഗ്ലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതാണ് പ്രധാന മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ. അടുത്ത് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി വർഷവും ഡേറ്റും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കോളനിക്കാർ ഇംഗ്ലണ്ടിൻ്റെ കപ്പലിൽ കയറി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു പ്രശ്നത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ വർഷം 1773 ഡിസംബർ 16. അപ്പം കോളനിക്കാർ ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ കയറി തേയില നശിപ്പിച്ചു കഴിഞ്ഞ് പറഞ്ഞതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അത് 1773 ഡിസംബർ 16. അപ്പോൾ ഈ കോളനിക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി കോളനിയിലെ പ്രതിനിധികൾ ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് പ്രതിവിധികൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് 1774 ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പം ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ് 1774. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി 1773. അപ്പോൾ തൊട്ടടുത്ത വർഷം തന്നെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് ആരൊക്കെയാണ്? കോളനികളിലെ പ്രതിനിധികൾ പങ്കെടുത്തത്. അപ്പം 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ. അതിൽ ഒരു കോളനി മാത്രം പങ്കെടുത്തില്ല, അതാണ് ജോർജിയ. അത് കഴിഞ്ഞിട്ട് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്. അത് 1775. അപ്പോൾ 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 74 ഒന്നാം കോണ്ടിനെൻ്റൽ, 75 രണ്ടാം കോണ്ടിനെൻ്റൽ. അതിൽ ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിന് തലവനായി തിരഞ്ഞെടുത്തു. കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് തോമസ് പെയിനാണ്. അപ്പം നിലനിന്നിരുന്ന കോളനിക്കാരുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഇംഗ്ലണ്ടുകാരുടെ നിയമങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ്. അത് ആരുടെയാണ്? തോമസ് പെയിൻ്റെയാണ്. 1776 ജൂലൈ 4 മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സാന്ദ്രപ്രഖ്യാപനം നടത്തി. അപ്പം 1774 1, 75 2, മൂന്നാമത്തേത് എന്നാണ് 76, അത് ജൂലൈ 4 അന്നാണ് സ്വാതന്ത്ര്യപ്രഖ്യാപനം നടത്തിയത്. ഇത് തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അപ്പം 73 ബോസ്റ്റൺ ടീ പാർട്ടി, 74 ഒന്നാം കോണ്ടിനെൻ്റൽ, 75 രണ്ടാം കോണ്ടിനെൻ്റൽ, 76 മൂന്നാം കോണ്ടിനെൻ്റൽ. മൂന്നാം കോണ്ടിനെൻ്റലാണ് സ്വാതന്ത്ര്യപ്രഖ്യാപനം നടത്തിയത്. അത് തയ്യാറാക്കിയത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരംഭിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യപ്രഖ്യാപനത്തിലാണ്.
അപ്പോൾ ഈ അമേരിക്കൻ 1776 ജൂലൈ 4 നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എഴുതിയിരിക്കുന്നതാണ് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത്. ഇത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെങ്കിലും പിന്നീടും യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിച്ചത് 1781 ഇംഗ്ലണ്ടും അമേരിക്കക്കാരും കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം 13 കോളനികൾ സ്വതന്ത്രമാക്കി. അപ്പം 1783 ഏത് ഉടമ്പടി പ്രകാരം? പാരീസ് ഉടമ്പടി പ്രകാരം 13 കോളനികൾ സ്വതന്ത്രമാക്കി. നമ്മൾ പഠിച്ചു 1773 ബോസ്റ്റൺ ടീ പാർട്ടി, അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പം 1783 എന്ത് 13 കോളനികൾ സ്വതന്ത്രമാക്കിയത്. അപ്പം നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടീൻ്റെ വർഷം ഓർത്തിട്ടുണ്ടെങ്കിൽ അത് അതിനോടൊരു 10 വർഷം കൂടെ കൂട്ടിയാലാണ് നമുക്ക് എന്തായുള്ളൂ 13 കോളനികൾ ഏത് ഉടമ്പടി പ്രകാരം? പാരീസ് ഉടമ്പടി പ്രകാരം സ്വതന്ത്രമായത്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായത് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. അപ്പം നമ്മൾ ഇതുവരെ എന്തായിരുന്നു പഠിച്ചത്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി, അത് കഴിഞ്ഞിട്ട് 74 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ, അതിൽ ജോർജിയ പങ്കെടുത്തില്ല. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ, അതിൻ്റെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ് ഈ കോളനിക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ അവിടുത്തെ രാജാവിന് ഒരു നിവേദനമായിട്ട് അയച്ചത്. ഇതാണ് ഒലീവ് നിവേദനം എന്നറിയപ്പെട്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒലീവ് നിവേദനം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരാണ്? തോമസ് പെയിൻ ആണ്. അത് കഴിഞ്ഞിട്ട് 1774 ഒന്നാമത്തത്, 1775 രണ്ടാം കോണ്ടിനെൻ്റൽ, 76 ജൂലൈ 4 മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഇത് തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അത് കഴിഞ്ഞിട്ട് 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ 83 പാരീസ് ഉടമ്പടി പ്രകാരം 13 കോളനികൾ സ്വതന്ത്രമായി. അതുപോലെ തന്നെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തൊക്കെ സ്വാധീനങ്ങളാണ് ചെലുത്തിയതെന്ന് നമുക്ക് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. പിന്നെ ഉണ്ടായിരുന്ന സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചും ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. എന്തൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സ്വാധീനം ചെലുത്തിയത്? പിൽക്കാലത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കയുടെയാണ്. ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയും അമേരിക്കയുടെയാണ്. ഏറ്റവും വലുത് എഴുതപ്പെട്ട ഏതാണ്? ഇന്ത്യയുടെയാണ്. പിന്നെ എന്താണ്? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ ഇത്രയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ. ആദ്യം നമ്മൾ പഠിച്ചത് വിപ്ലവം എന്താണെന്ന് നോക്കി, പിന്നെ നവോത്ഥാനം എന്താണെന്ന് നോക്കി, പിന്നെ നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ജെയിംസ് ഓട്ടിസിൻ്റെ വാക്കുകളാണ്. അത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അതാരുടെയാണ്? ജോൺ ലോക്കിൻ്റെയാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം വേദനിപ്പിക്കാൻ കഴിയില്ല. അതാരെയാണ്? തോമസ് പെയിൻ. വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തോമസ് പെയിനും. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആരംഭിക്കുന്നത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. അത് ആരുടെ വാക്കുകളാണ്? ജോൺ ആഡംസിൻ്റെ ആണ്.
ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യസമരകാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്കയുടെയാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഈ വരികൾ കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന കൃതിയിലെയാണ്. കുമാരനാശാൻ സ്മാരകം കായ്ക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലുള്ള കുടിയേറ്റം ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ ഇംഗ്ലണ്ടിനുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, ന്യൂ ജേഴ്സി, ജോർജിയ, വെർജിയ, മേരിലാൻഡ്, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, റോഡ് ഐലൻഡ്, ഡെലവെയർ, മസാച്യുസെറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 13 കോളനികളും നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വടക്കേ അമേരിക്കയിലേക്ക് 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി കൊളംബസ് എവിടെ? ഇന്ത്യയിലാണെന്ന് വിചാരിച്ച് എവിടെ എത്തുന്നു? അമേരിക്കയിൽ എത്തുന്നു. വടക്കേ അമേരിക്കയിൽ. കൊളംബസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരനാണ്. പക്ഷേ ഇവിടെ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ടാണ് വടക്കേ അമേരിക്കയിൽ എത്തുന്നത്. അതുകൊണ്ട് ഇവരെ റെഡ് ഇന്ത്യൻസ് എന്ന് ആര് അറിയപ്പെട്ടിരുന്നു? വടക്കേ അമേരിക്കക്കാർ. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നും അറിയപ്പെട്ടിരുന്നു. പിന്നെ അത് 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് ആദ്യമായി വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. ഇവരെ തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെട്ടു. ഈ തീർത്ഥാടക പിതാക്കൾ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പിന്നെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനിയിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം. ഈ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ കുറച്ചുണ്ട്, അത് നമ്മൾ നോക്കിയിരിക്കണം. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇംഗ്ലീഷ് കപ്പൽ, കോളനികളിൽ നിർമ്മിച്ച കപ്പൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര ഉൾപ്പെടെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള എല്ലാ സൗകര്യവും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, കടലാസ്, ഗ്ലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16-ന് കോളനിക്കാർ ഇംഗ്ലീഷുകാരുടെ കപ്പൽ ആക്രമിച്ചതാണ്. അതിലെ തേയില വലിച്ചെറിഞ്ഞ ആ ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അത് കഴിഞ്ഞ അടുത്ത വർഷം തന്നെ 74 ഫിലാഡൽഫിയയിൽ വെച്ച് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 75 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിലാണ് ഒലീവ് നിവേദനം സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ സൈന്യത്തിന് തലവനായി തിരഞ്ഞെടുത്തത് ആരാണ്? ജോർജ് വാഷിങ്ടനെയാണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് തോമസ് പെയിനാണ്. 1776 ജൂലൈ 4-ന് 3-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. 1781 അമേരിക്കയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 1773 ബോസ്റ്റൺ ടീ പാർട്ടി കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്കയുടെ 13 കോളനികളും സ്വതന്ത്രമാക്കുന്നത്. അത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ. അടുത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.